ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സദ്യയിലൊക്കെ വിളമ്പുന്ന മെയിനായിട്ടുള്ളൊരു റെസിപ്പിയാണ് അവിയൽ. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിയലിന് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിയലിന് നമ്മൾ കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ നീളത്തിൽ തന്നെ മുറിക്കണം. ഞാനിവിടെ ഒരു പകുതി മുരിങ്ങയ്ക്ക, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു പീസ് പടവലങ്ങ, പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ഒരു 6 അമരയ്ക്ക, കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ. ഇത്രയും പച്ചക്കറികൾ നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഓപ്ഷണലാണ്, എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാഴയ്ക്ക പീസസ് ആക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത്തൻക ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു കത്തിരിക്കയും കൂടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1-2 ചെറിയ ഉള്ളി. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ എണ്ണയും ആവശ്യത്തിന് ഉപ്പും. അവിയലായതുകൊണ്ട് നമ്മൾ തേങ്ങ എണ്ണ തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നമ്മളിത് ഫൈനായിട്ട് അരിക്കാൻ പാടില്ല, വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് കോഴ്സായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അവിയൽ വയ്ക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കറിവേപ്പിലയും പച്ചമുളകും ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കാവാൻ ആവശ്യത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോരുത്. വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ അളവിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസൊക്കെ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. കഷ്ണങ്ങളൊക്കെ കുഴഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തേങ്ങാക്കൂട്ടിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസും ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അവിയലിന് നമ്മൾ കടുക് വറുത്തൊഴിക്കാറില്ല. അതിന് പകരം നമ്മൾ ഒരു 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതായത് തേങ്ങ എണ്ണ, ഇതിന് മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.